മാതാപിതാക്കന്മാര് മക്കളെ വിശുദ്ധിയിൽ വളർത്തണം. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കും. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. മാതാപിതാക്കന്മാർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. കുടുംബത്തില് മാതൃകയുള്ള അപ്പനും അമ്മയുമായിട്ട് മാറണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ തഴമ്പ് കാൽമുട്ടുകളിൽ കാണണം. മക്കൾക്ക് വേണ്ടി കരഞ്ഞതിൻ്റെ കണ്ണുനീർ ചാലുകൾ കവിളിൽ കാണണം. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ മക്കൾ കണ്ടാൽ അവർ പിന്നെ തെറ്റിൻ്റെ വഴിയിലേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിൽ ദൈവവിളി ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ മക്കളെല്ലാവരും നല്ല നിലയെത്തണം. ഈ ഒരു പ്രാർത്ഥനയും തീഷ്ണതയും മാതാപിതാക്കന്മാർക്ക് ഉണ്ടാവണം. കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ, രണ്ട് കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ അനുഭവമുണ്ട്. 2-ാം അധ്യായത്തിൽ 41 മുതൽ 52 വരെ വചനങ്ങൾ ഞാൻ ചുരുക്കി പറയാം. പെസഹ തിരുനാളിന് ജെറൂസലേമിലേക്ക് ഔസേപ്പിതാവും മാതാവും ഉണ്ണിയേശുവും പോവുകയാണ്. കൂടെ ബന്ധുമിത്രാദികളുണ്ട്. എല്ലാവരും സംഘം ചേർന്ന് യാത്രയാവുകയാണ്. ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല. ഒരുപക്ഷെ യാത്ര ചെയ്ത് പല സ്ഥലത്തൊക്കെ തങ്ങി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചൊക്കെ ആയിരിക്കാം അവർ യാത്ര പോയത്. അവർ ജെറൂസലേം ദേവാലയത്തിലെത്തി. എല്ലാ വർഷവും അവർ ജെറൂസലേമിൽ പെസഹ തിരുനാളിൽ പോകുമായിരുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പെസഹ തിരുനാളിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഔസേപ്പിതാവും മാതാവും തിരിച്ചു പോരുകയാണ്. യേശുവിന് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ തിരിച്ചു വന്നു. ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അതായത് ബന്ധുക്കൾ, യാത്രാസംഘം മറ്റു ഉണ്ട്, അവരുടെ കൂടെ മോൻ കാണും എന്നാണ് അവർ വിചാരിച്ചത്. ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. വഴി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ തിരക്കുമ്പോൾ യേശു ഇല്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് 10 വർഷമായി. ഞങ്ങളുടെ കുടുംബത്തിൽ യേശുവിനെ എവിടെ വെച്ചാ നഷ്ടപ്പെട്ടത്? കുടുംബത്തിന് നാഥൻ യേശുവാണ്. എവിടെ വെച്ചാ യേശുവിനെ നഷ്ടപ്പെട്ടത്? ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിൽ യേശുവിനെ എപ്പോഴാണ് നമുക്ക് നഷ്ടമായത്? യേശുവിനെ നഷ്ടപ്പെട്ടപ്പോൾ മാതാവിനും ഔസേപ്പിതാവിനും സങ്കടമായി. അവര് തിരിച്ച് ജെറൂസലേമിലേക്ക് നടക്കുകയാണ്. 3 ദിവസത്തെ യാത്ര. അവർ 3-ാം ദിവസം ജെറൂസലേം ദേവാലയത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇതാ യേശു ഉപാധ്യായന്മാരുടെ കൂടെ ഇരുന്ന് തർക്കിച്ച് അവരെ പരാജയപ്പെടുത്തുന്ന കാഴ്ച. അവർ ചോദ്യം ചോദിക്കുന്നു. ചോദ്യത്തിനൊക്കെ മറുപടി, വായടപ്പിക്കുന്ന മറുപടി കൊടുത്ത് യേശു അങ്ങനെ അവിടെ രാജാവായിട്ട് ഇങ്ങനെ വിളങ്ങിക്കുകയാണ്. അവിടെ ചെന്നിട്ട് പരിശുദ്ധ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവിടെ മാതാവ് പറഞ്ഞ നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മാതാവിന് ഇങ്ങനെ പറയത്തില്ലേ, ഞാനും നിന്റെ അപ്പച്ചനും അല്ല നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെയാണോ മാതാവ് പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? നിന്റെ പിതാവും ഞാനും. 1-ാം സ്ഥാനം ആർക്കാണ്? ചേച്ചിമാരെ പറഞ്ഞ് ആർക്ക? ആ കുടുംബത്തിൻ്റെ പറയുന്ന ഉച്ചത്തിൽ പറ. അതിനെ കുടുംബത്തിൻ്റെ നാഥന 1-ാം സ്ഥാനം. ഇന്ന് ചില കുടുംബത്തിനെങ്കിലും കുടുംബത്തിന് നാഥന് ഒരു വിലയില്ല. അമ്മയും മക്കളും ഒറ്റക്കെട്ട ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ. നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം തരിക. നിങ്ങളുടെ മകനോ മകളോ കോളേജിൽ അല്ലെ സ്കൂളിൽ പോയി വൈകിട്ടൊരു 5-5:30 ആകുമ്പോൾ വീട്ടിലെത്തണ്ട. 5:30 വന്നില്ല, ലാസ്റ്റ് വണ്ടിക്ക് വന്നില്ല, 6:30 വന്നില്ല, 7:30 മക്കളെ കാണാനില്ല, ആദ്യമായി വെപ്രാളമായി. ഇന്നത്തെ കാലമല്ലേ, എവിടെ പോയെന്നൊരു പിടിയില്ല.
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന പെങ്കുച്ചിനെ 6:30 സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോയി എൻ്റെ മോള് നേരത്തെ വന്ന് അവിടെ ഇറങ്ങി പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും മാതാപിതാക്കൾ നിങ്ങളുടെ പള്ളിയിൽ അന്വേഷിച്ചു പോവോ? എവിടെങ്കിലും നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെ 8 മണിയായിട്ട് കാണുന്നില്ല. ഏതെങ്കിലും അപ്പൻ നിത്യാരാധന ചാപ്പലിൽ പോയി നിങ്ങളുടെ മകൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് വിചാരിച്ച് നോക്കാനായിട്ട് ഏതെങ്കിലും അപ്പനും അമ്മ ഇവിടുന്ന് പോവോ? ഒരു സാധ്യതയില്ല. കോളേജിൽ പോയവൻ മയക്കുമരുന്നോ കഞ്ചാവോ ഗ്രൂപ്പോ സിനിമയോ വീഡിയോയോ ഏതിൻ്റെങ്കിലും പുറകെ നടക്കുക, അല്ലെ കൊടി പിടിച്ച് സമരത്തിന് പോയിരിക്കുക. അങ്ങനെയൊക്കെ മക്കൾ വഴി വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒറ്റ എണ്ണത്തിന് പള്ളിയിലോ ആരാധന ചാപ്പലിലോ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാർക്ക് ധൈര്യമുണ്ടോ? ആർക്കും ധൈര്യമില്ല. കാരണം അതിനുള്ള ഉറപ്പ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മക്കൾ ദേവാലയത്തിൽ കാണും, അല്ലെ ആരാധന ചാപ്പലിൽ അവനെ കണ്ടില്ല. ശനിയാഴ്ച രാവിലെ അവനെ എവിടെ വിട്ടതാ, ഉച്ചയായിട്ടും വന്നില്ല. അമ്മ വിചാരിക്കുമോ അമ്മക്കാറും നേരത്തെ കാര്യം കഴിഞ്ഞിട്ട് വന്ന് ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിക്കാരും? ഏതെങ്കിലും അമ്മയ്ക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ മോനെക്കുറിച്ച്? അവൻ രാവിലെ മോർണിംഗ് ഷോയ്ക്ക് പോയി കാണും കാര്യം കാണാനായിട്ട്. കാര്യം കഴിഞ്ഞിട്ട് 10:30 ഷോയ്ക്ക് തിയേറ്ററിൽ കാണും. ഇതാണ് സ്ഥിതി, മക്കളുടെ സ്ഥിതി ഇതാ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ മനസ്സിന് നൊമ്പരം തോന്നും. അത് നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. ഇതൊക്കെ സത്യങ്ങളായി പറയുന്നു. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്തണം. അതുമാത്രം പോരാ, സഭയെ സ്നേഹിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. വൈദികരെ ബഹുമാനിക്കുവാൻ, സന്യസ്തരെ ബഹുമാനിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. ഇന്ന് ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെയെല്ലാം സഭയെയും വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്നവരെ മുഴുവൻ മോശമായി ചിത്രീകരിക്കുന്ന, അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ്. പക്ഷെ നമ്മുടെ മക്കൾ അങ്ങനെ പോകാനായിട്ട് പാടില്ല. നമ്മുടെ മക്കള് സഭയെ സ്നേഹിക്കണം, വൈദികരെ സ്നേഹിക്കണം, സന്യസ്തരെ സ്നേഹിക്കണം. സഭയോട് നമ്മുടെ മക്കൾ ചേർന്ന് നിൽക്കണം. വിശ്വാസത്തിൻ്റെ കരുത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല, ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട്. ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ കൊച്ചി വെളിയിൽ 3 ആഴ്ച മുമ്പ് നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്. കൺവെൻഷൻ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം മുതൽ വളരെ മനോഹരമായ കാഴ്ച. 200ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും ആ കൺവെൻഷൻ ഗ്രൗണ്ടിന് ഏറ്റവും മുൻപിൽ കസേരയിൽ ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുക. 200ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. എനിക്കത് അത്ഭുതമായി. സംഭവം എന്തറിയാവോ? മാതാപിതാക്കളും അവരൊക്കെ പറഞ്ഞു, അത് അവിടെ ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്ന അധ്യാപകനുണ്ട്, നല്ലതായിട്ട് പഠിപ്പിക്കുക. അദ്ദേഹത്തിന് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ 10ാം ക്ലാസ് +1 +2 കുട്ടികൾ മുഴുവൻ അവിടെ പോയി ട്യൂഷൻ പഠിപ്പിക്കുന്ന ഈ സാറ് നല്ല ദൈവഭക്തനാണ്. ഈ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് അവധിയുള്ള സമയത്ത് തീർത്ഥാടനത്തിന് കൊണ്ടുപോകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നടത്തും. ഏത് കാര്യമുണ്ടല്ലോ അങ്ങനെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വരുത്തുന്നതാണ്. ആ മാതാപിതാക്കൾ പറയാം, ഞങ്ങൾ പറഞ്ഞാൽ പോലും ഈ പിള്ളേർ അവിടെ കൺവെൻഷൻ പോകത്തില്ല, പക്ഷേ അവിടെ ട്യൂഷൻ സാറ് മക്കളെ കൺവെൻഷന് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോകും. ഒരു അധ്യാപകൻ്റെ സ്വാധീനം അത്ര വലുതായിരുന്നു. അന്ന് ഈ കുഞ്ഞുങ്ങൾ മൊത്തം ഇങ്ങനെ മുൻപിൽ നിന്ന് കൺവെൻഷൻ പങ്കെടുക്കുക. കൺവെൻഷൻ്റെ 4-ാമത്തെ ദിവസം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു പേര് തരികയാണ്, ഗോഡ്വിൻ. ഞാൻ അനൗൺസ് ചെയ്തു, ഗോഡ്വിൻ എന്നൊരു മകനെ ഒരു കുട്ടിയെ കർത്താവ് തൊടുന്നുണ്ട്. ആരാ? എണീക്കാൻ പറഞ്ഞു. അവൾ ആൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പയ്യൻ എഴുന്നേറ്റ് അവൻ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. അവൻ ഓടി സ്റ്റേജിലേക്ക് വന്നു. ഉടനെ അവൻ്റെ ട്യൂഷൻ സാറും ഓടി വന്നു. എന്നിട്ട് സാറ് പറയുക, ബ്രദറെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇവന് സ്കൂളിൽ ഭയങ്കര ഉഴപ്പാണ്, ക്ലാസ്സിൽ നിന്ന് പോകത്തില്ലായിരുന്നു. 40% താഴെ പറ്റോ ഇവന് ഹാജരുള്ളൂ. അപ്പോൾ സ്കൂളിൽ ഒരു കാരണവശാലും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, പരീക്ഷ എഴുതുന്ന ഹെഡ് മാസ്റ്റർ അവർ കട്ടായം പറഞ്ഞിരിക്കുക. അപ്പം ഞങ്ങൾ ഇന്നലെയും പോയി പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് ഏതോ പള്ളിയിൽ പോയി പ്രത്യേക ഇവനെ കൊണ്ട് പോയി പ്രാർത്ഥിച്ചു. അവർ സമ്മതിക്കാറുണ്ട്. ഇന്നലെ കൺവെൻഷന് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രത്യേകം ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം നടക്കുകയാണ്. ഇന്ന് പകല് ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ പരീക്ഷ എഴുതിക്കാം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കൃത്യം ആ ചെറുപ്പക്കാരനെ ആ സ്റ്റേജ് വിളിച്ചു നിർത്തിയത് കർത്താവ്
അവനിലൂടെ സംസാരിക്കുകയാണ്. ഭയങ്കര ഒരു സംഭവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വാധീനം ഒന്നുകിൽ അധ്യാപകർക്ക് വേണം, വേദവിദ്യാർത്ഥികൾക്ക് വേണം, അല്ലെ വൈദികർക്ക് വേണം. ആർക്കെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നേരെ നിർത്താനുള്ള ഒരു സ്വാധീനം വേണം. ആ ട്യൂഷൻ സാറിൻ്റെ ആ ഒരു എന്താ സ്നേഹവും കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയൊക്കെ നയിക്കുന്നുണ്ടെന്താ. ആ 200 കുഞ്ഞുങ്ങളും 3 ദിവസവും കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഈ മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എത്ര കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയെന്നറിയാം. ഹല്ലേലൂയ. നമ്മുടെ യുവാക്കന്മാര്, കൗമാരക്കാര്, വളർന്നു വരുന്ന തലമുറ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം. ഹല്ലേലൂയ. ഇനി കുടുംബം തകരുന്ന ചില കാര്യങ്ങൾ: 1, മദ്യപാനം. മദ്യപിക്കുന്നവർ മദ്യപാനം അവസാനിപ്പിക്കുക. 2, മയക്കുമരുന്ന് അവസാനിപ്പിക്കുക. 3, സംശയരോഗം. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. ഈ സംശയം മൂത്ത് അവസാനം കുടുംബം തകരും. സംശയം ഒരു പരിധി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള രോഗമാണ്. അത് രോഗം തന്നെയാണ്. സംശയരോഗത്തിന് ചികിത്സ ആവശ്യമുണ്ട്. മാനസിക രോഗമാണ്. അതുകൊണ്ട് വെറുതെ ഭാര്യയും ഭർത്താവിനെയും പരസ്പരം സംശയിക്കാനായിട്ട് പാടില്ല. അത് കുടുംബത്തെ നാശത്തിലെത്തിക്കും, തകർച്ചയിൽ എത്തിക്കും. അതുകൊണ്ട് സംശയിക്കരുത്. ഭർത്താവിനെ സംശയിക്കരുത്, ഭാര്യയെ സംശയിക്കരുത്. അതൊന്നും ശ്രദ്ധിക്കുക. അടുത്ത ഗൗരവമേറിയൊരു പാപം കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത. വിവാഹ ജീവിതത്തിലേക്ക് വന്ന ഭർത്താവ് മറ്റു ബന്ധങ്ങളിലേക്ക് വന്നു, ഭാര്യ മറ്റു ബന്ധങ്ങളിലേക്ക് വന്നു. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 12 മുതലുള്ള വചനങ്ങളിൽ പറയുന്നു: നീ ബലിപീഠത്തെ കണ്ണുനീര് കൊണ്ട് മൂടുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരത്തില്ല. കാരണം യൗവനത്തിൽ നീ നിന്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു. യൗവനത്തിൽ നീ നിന്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഞങ്ങളുടെ വിവാഹ ഉടമ്പടിക്ക് ഞാൻ സാക്ഷിയായിരുന്നു. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്? അവിശ്വസ്തത കാണിക്കരുത്. വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത ഏറ്റവും വലിയ പാപമാണ്. പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം. ചില കുടുംബങ്ങളെങ്കിലും തകർന്നതിൻ്റെ പിന്നിൽ ഈ ഒരു മേഖലയുണ്ട്. ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കരുത്, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കരുത്. കുടുംബജീവിതത്തിൽ അവിശ്വസ്തത സംഭവിക്കാൻ പാടില്ല. അടുത്ത പോയിന്റ്: എന്തെങ്കിലുമൊക്കെ പരസ്പരം വിഷമമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമിക്കേണ്ട എന്തെങ്കിലും മേഖലയുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക. ഭാര്യമാർ ഭർത്താവിന് ക്ഷമ കൊടുക്കുക. പോട്ടെ, ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യണം. ഭർത്താക്കന്മാർ ഭാര്യയോട് എന്തെങ്കിലും വിഷമുണ്ടോ, ക്ഷമിക്കണം. പരസ്പരം ഒന്ന് ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയൊക്കെ ഒന്ന് എളിമപ്പെടാനും പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായിരിക്കും. മക്കൾക്ക് മാതാപിതാക്കന്മാർ മാതൃകയായിട്ട് മാറണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നിങ്ങൾ വളർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ഏത് മേഖലയിൽ മാറ്റം വരുത്തണം അത് ചിന്തിക്കുക, മാറ്റം വരുത്തുക. പ്രത്യേകിച്ച് എനിക്ക് പറയാൻ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു: നിങ്ങളുടെ മക്കളെ 30-35 വയസ്സായി ജോലി കിട്ടട്ടെ, പണമുണ്ടാകട്ടെ, ഒന്ന് സ്ഥിരമാവട്ടെ, എന്നിട്ട് കല്യാണം നടത്താം. അങ്ങനെ ചിന്തിക്കുക വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് എല്ലാം നടത്തിക്കോളും. മക്കൾക്ക് ഒരു 25-26 വയസ്സാകുമ്പോഴത്തെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ മാതാപിതാക്കന്മാർ തയ്യാറാവണം. പ്രത്യേകിച്ച് പെൺമക്കളെയൊക്കെ ഉള്ളവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ടൊക്കെ കരുതി വെക്കുകയൊക്കെ ചെയ്യണം. അപ്പന്മാരെ കള്ളും കൂടി ചേർന്നാൽ പോരാ. പെൺമക്കളുണ്ടെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കണം, അവർക്ക് വേണ്ടി കരുതണം. സ്വർണവും പണവും ഒക്കെ കരുതി ഒരു പഠിപ്പിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തി കല്യാണം കഴിപ്പിച്ച് അയക്കാനൊക്കെ ഒരു തീരുമാനമെടുക്കണം. ചില മാതാപിതാക്കളുണ്ട്, പെൺമക്കൾ വിദേശത്ത് പോയാൽ പിന്നെ പശുക്കറവ് പോലെ ഊറ്റുക. 32 വയസ്സായാലും പെണ്ണിനെ കിട്ടിച്ച് വിടത്തില്ല. കാരണം നാട്ടിൽ വലിയ 2 നില വീട് പണിതു, കുറേ സ്ഥലം മേടിച്ചു, അങ്ങനായി ഇങ്ങനായി. പെണ്ണിനെ കെട്ടിക്കുന്ന കാര്യം അതിന് മാത്രം അപ്പനും അമ്മയ്ക്കും ഒരു അനക്കമില്ല. അങ്ങനെയുള്ള ചില അപ്പന്മാരും അമ്മമാരും ഉണ്ട്. ഇതൊന്നും ശരിയായ കാര്യമല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അവർക്കൊരു ജീവിതം വേണം. അത് നല്ല യൗവനത്തിൻ്റെ പ്രായത്തിൽ അവർക്ക് ജീവിതം കൊടുക്കാൻ മാതാപിതാക്കന്മാർക്ക് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാർ തീരുമാനമെടുക്കണം. നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വേണം, സമ്പത്ത് സമ്പാദിക്കണം, തീരുമാനിക്കണം. അലഞ്ഞു തിരിഞ്ഞ് മോട്ടോർ സൈക്കിളെ പാഞ്ഞു കിടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ചില ചെറുപ്പക്കാർ മോട്ടോർ സൈക്കിളിൽ അടിക്കാൻ പെട്രോൾ കാശ് എവിടെ നിന്നറിയാം? അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൈ കുനിഞ്ഞ് മണ്ണിലൊരു പണിയും ചെയ്യത്തില്ല, ഒരു പണിയും ചെയ്യത്തില്ല.
പെട്രോൾ അടിക്കണ അപ്പൻ്റെ ഇത് കാശ് തരണം, അല്ലെങ്കിൽ പെങ്ങൾ UK-യിലുണ്ട്, UK-ന്ന് കാശ് വന്നിട്ട് വേണം പെട്രോൾ അടിക്കാൻ കാശ് മേടിക്കാൻ. ഇതൊക്കെ നാണം കെട്ട കാര്യമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ പണി ചെയ്ത് തന്നെ ജീവിക്കണം. നല്ല പ്രായത്തിൽ തന്നെ പണി ചെയ്യണം, അധ്വാനിച്ച് പണം ഉണ്ടാക്കണം. അതാണ് അതിൻ്റെ ഒരു മാന്യത. അതിന് നമ്മുടെ മാതാപിതാക്കന്മാർ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ മക്കളെല്ലാം പണി ചെയ്യട്ടെ, പണി ചെയ്ത് പണം ഉണ്ടാക്കട്ടെ, മാന്യമായിട്ട് ജീവിക്കട്ടെ. നല്ല ജോലി, നല്ല വീട്, നല്ല വണ്ടി, ഇതൊക്കെ വേണമെന്നേ. എന്താ കുഴപ്പം? അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഹല്ലേലൂയ. അല്ലാതെ ക്രിസ്ത്യാനികൾ മൊത്തം അവിഞ്ഞു കിടക്കണമെന്നും കീറത്തുണി കൊടുക്കണമെന്നും നമ്മുടെ പിള്ളേരൊക്കെ കീറിയ പാൻറ്റിട്ട് നടക്കുന്നൊക്കെയാണോ? അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മക്കളൊക്കെ നല്ലതായിട്ട് പഠിച്ച് നല്ല മിടുക്കരായി നല്ല ജോലിയോടെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഹൃദയം നുറുങ്ങി മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കട്ടെ. യുവതിവാക്കന്മാർക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാവട്ടെ, കഠിനാധ്വാനത്തിൻ്റെ ഒരു മനസ്സുണ്ടാവട്ടെ. മാതാപിതാക്കന്മാരെ, മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ മക്കളെ ദൈവം ഉയരങ്ങളിലെത്തിക്കും. അവരാരും തകർന്നു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അവരെ ദൈവം അനുഗ്രഹിക്കും. ആ മക്കളൊക്കെ ഉയർച്ച പ്രാപിക്കും, നന്മ ഉണ്ടാവുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.